السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശ്രദ്ധം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മളൊക്കെ ദുൽഹജ്ജ് 10 ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസത്തിലാണ്. നമ്മളൊക്കെ അറഫ ദിവസം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ നോമ്പ് നോറ്റ് പരിപൂർണമായും ശുദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളാദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് അറഫ. യമുൽ അറഫ എപ്പോഴാണ്? ദുൽഹജ്ജ് 9-നാണ്. അത് റുയത്തുൽ ഹിലാലിൻ്റെ കാഴ്ച അനുസരിച്ച് രാഷ്ട്രങ്ങളിൽ, നാടുകളിൽ മാറാം. സൗദിയിൽ ഇന്നാണ്, അതുകൊണ്ട് അവിടെ യമുൽ അറഫ ദുൽഹജ്ജ് 9 എന്നാണ്. അപ്പോൾ അവിടെയുള്ള ഹജ്ജാജിമാർക്ക് ആ അറഫയുടെ സമാനും മക്കാനും കാലവും സ്ഥലവും ലഭിച്ച ഭാഗ്യമുള്ളവരാണ് അവർ. അപ്പോൾ ഈ അറഫയുടെ സന്ദേശം എന്താണ്? ഏറ്റവും മർമ്മപ്രധാനമായ പല സന്ദേശങ്ങളും നമ്മൾ മനസ്സിലാകാതെ പോകുന്നുണ്ട്. യൗമുൽ അറഫ എന്ന് പറയുന്ന അതിൻ്റെ പേര് തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിലൊരു അഭിപ്രായം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട ദിവസം അറഫ. എങ്ങനെ മനസ്സിലാക്കൽ? അറഫയിൽ വെച്ചാണ്, അറഫ ദിനത്തിലാണ് മനുഷ്യകുലത്തെ മൊത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്നിട്ടും എല്ലാ അർവാഹകളെയും ഉറുമ്പ് മോഡലിൽ അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, തൗഹീദിൻ്റെ പ്രഖ്യാപനം, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? കാലു, അവർ പറഞ്ഞു, എല്ലാ മനുഷ്യരും പറഞ്ഞു, കാലു ബല ഷഹീദിന, ഞങ്ങൾ സാക്ഷിയാണ്. അതാണ് യൗമുൽ മഷ്ഹൂദ്, മനുഷ്യകുലം സാക്ഷ്യപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തും അള്ളാഹുവിൻ്റെ റുബൂവിയത്തും സാക്ഷ്യപ്പെടുത്തിയ ദിവസമാണ്. അതിന് ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് അന്ന് പറയേണ്ട ദിക്റിൽ ഏറ്റവും ഉത്തമമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൗഹീദിൻ്റെ ആ പ്രഘോഷണം, തൗഹീദിൻ്റെ പ്രഖ്യാപനം, അതാണ് ഏറ്റവും വലിയ സന്ദേശം. അപ്പോൾ ഈ തൗഹീദ് അള്ളാഹു റബ്ബാണെന്ന് എല്ലാ മനുഷ്യരും അംഗീകരിച്ചതാണ്. അതേ മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ അപ്പം നല്ല പ്രകൃതിയിലാണ്. പിന്നെ കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്ര, അതേ അള്ളാഹു റബ്ബായിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജനിച്ചു വീഴുന്ന മനുഷ്യക്കുഞ്ഞ് ഈസ് ബോൺ വിത്ത് പ്യൂർ നേച്ചർ. അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് നല്ല ഒരു പ്രകൃതിയോട് കൂടി അവൻ ജനിച്ചു വീഴുന്നത്. പിന്നെ അവന് അബവാഹു യു ഹവ്വിദാനിഹി ഔ നസ്സിറാനിഹി ഔ മജ്ജിസാനിഹി, പിന്നെ അവൻ്റെ ചുറ്റുപാട്, അവൻ്റെ എൻവയോൺമെൻറ്റ്, അവൻ്റെ പാരൻ്റൽ ഈഗോ അവനെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ബൈ ചാൻസ് അല്ല, ബൈ ചോയ്സ് അള്ളാഹുവിനെ മനസ്സിലാക്കി ആ യൗമുൽ അറഫയിൽ നടന്ന ഏറ്റവും വലിയ സംഭവ വികാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ യൗമുൽ അറഫയിൽ നമ്മുടെ നല്ലൊരു മൈൻഡ് സെറ്റപ്പിലൂടെ നമ്മളെന്താ വേണം, അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ദിവസം രണ്ടാമത്തെ പ്രത്യേകത എന്തറിയോ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയപ്പെടുന്ന ഈ ആയത്ത്, സൂറത്തുൽ മാഇദയിലെ ആയത്ത് ഇറങ്ങിയ ദിവസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ സഹാബത്തും ചെയ്ത അവസാന ഹജ്ജത്തുൽ വിദാഇൽ ഇറങ്ങിയ ആയത്താണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ അള്ളാഹു പൂർത്തീകരിച്ച ദിവസം യൗമുൽ അറഫ. ആ അറഫ മൈതാനത്തിൽ തടിച്ചുകൂടിയ പ്രഗത്ഭരായ സഹാബത്ത് ക്രാം, ആ സഹാബത്തെ ക്രാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ പ്രഭാഷണത്തിൽ അവിടെയാണ് ഈ ആയത്തിറങ്ങുന്നത്. എന്ത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹ് പൂർണ്ണമാക്കിയിരിക്കുന്നു, പൂർത്തീകരിച്ചിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, അള്ളാഹുവിൻ്റെ നിഅമത്തിന് അള്ളാഹ് പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദീൻ സമ്പൂർണ്ണമാണ്, സമഗ്രമാണ്. ആ ദീനിൽ ഒന്നും പുതിയത് കടത്തിക്കൂട്ടാൻ പാടില്ല, ബിദ്അത്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബിദ്അത്തിനെതിരായിട്ടുള്ള ഒരു ബോധം കൂടി നമ്മൾക്ക് ഈ അറഫയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്ത് ഹസനല്ല. ഇസ്ലാമിൽ ഖുർആനിലോ സുന്നത്തിലോ ഒരു അടിസ്ഥാനവുമില്ലാത്ത ബിദ്അത്തുകൾ ഇപ്പോൾ ഇഷ്ടം പോലെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബോധമണ്ഡലത്തിൽ വേണം. അത് അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലില്ല. ഇസ്ലാം പൂർണ്ണമാണ്. അല്യോമ അക്മൽതു ലക്കും ദീനക്കും ദീൻ അള്ളാഹു പൂർത്തീകരിച്ചു തന്നുള്ളതാണ്. ഇതാ രണ്ടാമത്തെ സന്ദേശം. മൂന്നാമത്തത്
അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ പ്രാപിക്കാൻ, അള്ളാഹുവിനെ ജീവിതമൊത്തവും അള്ളാഹ് സെൻറ്റേർഡ് ലൈഫാക്കി മാറ്റുവാൻ തയ്യാറായവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ആകാശത്തിലേക്ക് ഇറങ്ങി അള്ളാഹുവിൻ്റെ ജലാലിയത്തും അള്ളാഹുവിൻ്റെ അളമത്തും അനുസരിച്ച് അള്ളാഹു എങ്ങനെയാണോ ഇറങ്ങുന്നത് അള്ളാഹു ആലം, അള്ളാഹു അവിടെ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ അടിമകൾ ഞാൻ പുറത്തു കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അത്രത്തോളം അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന ദിവസമാണ് യൗമുൽ അറഫ. അതേ സ്ഥലത്ത് യൗമുൽ അറഫ നമ്മുടെ തെറ്റുകാരായ നമ്മുടെ കുറ്റങ്ങൾ അള്ളാഹു പുറത്തിരുന്ന ദിവസം കൂടിയാണ്. നോമ്പിലൂടെ ഏത് കുറ്റങ്ങളാണ്? ചെറുദോഷങ്ങൾ. ഈ അറഫയുള്ള അറഫ നോമ്പ്, ആ നോമ്പിൻ്റെ ശരിക്കും നമ്മൾ നല്ലൊരു നിയത്ത് വെച്ചുകൊണ്ട് അറഫ നോമ്പിനെ നമ്മൾ സ്വീകരിക്കണം. അറഫ നോമ്പ് നമ്മൾ നോറ്റുവിടണം. ആ നോമ്പ് നോറ്റാൽ അവിടെ കിട്ടാൻ പോകുന്ന ഗുണമെന്താണ്? നമ്മൾ കഴിഞ്ഞു പോയതും വരുന്നതുമായ കുറ്റങ്ങളെ അള്ളാഹു പുറത്തു വരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറ്റങ്ങൾ അടുത്ത കൊല്ലം അള്ളാഹു അതിന് തടസ്സം നിൽക്കുന്നു, അള്ളാഹു അതിനെ തടയും. ആ നിലക്കുള്ള തഫ്സീറാണ് ആ ഹദീസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 2 വർഷത്തെ കുറ്റങ്ങൾ അള്ളാഹു പുറത്തു വരുന്ന ഒരു വമ്പൻ ഓഫറുള്ള ഒരു നോമ്പാണ് അറഫ. അതുപോലെ തന്നെ 1 മുതൽ നമുക്ക് 9 വരെ നോമ്പ് നോക്കാം, മുസ്തഹബാണ്. പക്ഷേ അവിടെ പ്രത്യേക സുന്നത്തില്ല, മുസ്തഹബാണ്, നല്ലതാണ്. അതേ സ്ഥലത്ത് യൗമുൽ അറഫ ആ ദിവസത്തെ നോമ്പ് പ്രത്യേകിച്ച് ഹജ്ജ് ചെയ്യാത്തവർക്ക്, ഹജ്ജിൽ അവിടെ ബന്ധപ്പെടാത്തവർക്ക് സുന്നത്താണ്. ഹജ്ജ് ചെയ്യുന്ന കൂട്ടർക്ക് എന്തല്ല, യൗമുൽ അറഫയിൽ നോമ്പ് സുന്നത്തില്ല. അവർക്കവിടെ അറഫയിൽ അവിടെ കൂടാനുണ്ട്. അറഫയിൽ അവർക്ക് പലതും ചെയ്യാനുള്ളത് കൊണ്ട് അവർക്ക് നോമ്പിൽ ഇളവുണ്ട്, നോമ്പ് അവിടെ നോക്കാനില്ല. അതുപോലെ തന്നെ അറഫയിൽ ഏറ്റവും വലിയ നമ്മുടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സന്ദേശം, അറഫയിലാണ് ലക്ഷങ്ങൾ കൂടുന്ന മനുഷ്യകുലം. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്നിട്ട് മനുഷ്യകുലത്തെ പുറത്തു കൊണ്ടുവന്നിട്ട് അവിടെ അവരുമായി നടത്തിയ ആ കരാർ, അതേ രൂപത്തിൽ അള്ളാഹുമായി കരാർ പുതുക്കുന്ന ഒരു ജനസഞ്ചയം, കോടികൾ ലക്ഷങ്ങൾ ആൾക്കാർ അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ അറഫയുടെ സമാനും മക്കാനുമായിട്ടുള്ള എല്ലാ അള്ളാഹുവിൻ്റെ ആ പ്രത്യേകം ബർക്കത്ത് അവർ ലഭിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് അവിടെ പോകാത്ത സംബന്ധിച്ചിടത്തോളം ആ സമാനിൻ്റെ അറഫയുടെ മഹത്വം നമ്മൾക്ക് ലഭിക്കും. നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അറഫ അവർക്ക് മാത്രമല്ല, അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ വേണ്ടി അവരെപ്പോഴാണോ അറഫ ചെയ്യേണ്ടത് അന്ന് തന്നെ അറഫ ചെയ്യണമെന്ന് ഇസ്ലാമിൽ എവിടെയില്ല. അവരുമായിട്ടുള്ള ഇപ്പോൾ സൗദിയിൽ അല്ലെങ്കിൽ മക്കത്ത് അവിടെ അറഫയിൽ നിൽക്കുന്നവരുമായിട്ടുള്ള അതേ ദിവസം ആ സൗദിയിൽ ഉള്ള ദുൽഹജ്ജ് 9 നമ്മളും അങ്ങനെ തന്നെ 9 ആക്കണം എന്ന് ഇസ്ലാമിൽ എവിടെയും നിർദ്ദേശങ്ങളില്ല. മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായമില്ല, മദ്ഹബല്ലാത്ത പണ്ഡിതന്മാർക്കും അഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ ചില തീവ്രമായ വാദങ്ങൾക്ക് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അറഫയുടെ പുണ്യം നമുക്കെല്ലാവർക്കും ലഭിക്കുന്നു. നമ്മളെന്ത് ചെയ്യണം? അറഫയെ ആ പരിപൂർണമായ അർത്ഥത്തിൽ സ്വാംശീകരിക്കുവാനും വിജ്ഞാനത്തിൻ്റെ അകമ്പടിയോടുകൂടി ആ അറഫയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പരിപൂർണമായും അള്ളാഹുവിലേക്ക് മടങ്ങുവാനും ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയും ദിക്റിലൂടെയും പരിപൂർണമായി അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ യഥാർത്ഥ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുവാൻ നമ്മൾ തയ്യാറാവണം. അതിനുവേണ്ടി നമ്മൾ യൗമുൽ അറഫയെ ഇൻഷാ അള്ളാഹ് ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അള്ളാഹ് നാളാണ് എല്ലാവരും നല്ലൊരു മൈൻഡ് സെറ്റപ്പിലൂടെ ഫസ്റ്റ് ഉണ്ടാവുന്നതാണ് ഒരു മൈൻഡ് സെറ്റപ്പാണ്. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് നേരാകുമ്പോൾ മാത്രമേ ഏത് കാര്യവും നമ്മൾക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ യൗമുൽ അറഫയാണ്, നമ്മൾ പരിപൂർണ്ണമായി നോമ്പ് പിടിക്കണം. അതുപോലെ നോമ്പിലൂടെ എന്നെ ശുദ്ധീകരിക്കപ്പെടണം, അള്ളാഹുലേക്ക് പരിപൂർണ്ണം അടുക്കണം. എനിക്ക് പരിപൂർണമായ മുവഹിദായിക്കൊണ്ട് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഋജുവായ മുസ്ലിമായിക്കൊണ്ട് എനിക്ക് മടങ്ങണം എന്ന നിലക്കുള്ള ആ പരിപൂർണ്ണ ഒരു അഫേമേഷൻ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ അറഫയെ സ്വീകരിക്കണം. ഇൻഷാ അള്ളാഹ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിപൂർണ്ണ അർത്ഥത്തിൽ അറഫയെയും അറഫ നോമ്പിനെയും സ്വീകരിച്ച യഥാർത്ഥ വിശ്വാസം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.